എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ വിഷു ഒക്കെ എവിടം വരെയായി? ഇപ്പൊ ഞാൻ കരുതി വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതായത് 3 തരം പച്ചടികൾ ഒരുമിച്ച്. കാരണം ഞാൻ ഈ പച്ചടികളെല്ലാം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ലോങ് വീഡിയോസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട്, വീണ്ടും ചേച്ചിയുടെ കത്തി കേട്ട് നിൽക്കാനുള്ള സമയമില്ല, വിഷു ആണ്, ഓണാണെന്ന് അല്ലേ? അപ്പൊ നിങ്ങളെ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീണാസ് കരിമലിനോടൊപ്പം നിങ്ങളുടെ വിഷു ആഘോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സദ്യ റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള 3 തരം പച്ചടികൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പച്ചടി, അതായത് ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് വേണം. കാരണം എങ്കിൽ മാത്രമാണ് നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന പച്ചടിയുടെ ആ കളർ വരുള്ളൂ. ഇതിൽ ചിലപ്പോൾ പിങ്കിഷ് കളറായിട്ട് ബീറ്റ്റൂട്ട് വരാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും ബീറ്റ്റൂട്ട് ഇങ്ങനെ നല്ല ഡാർക്കായിട്ട് എടുക്കുക. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ചിലവർ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോഴേ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി, നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ. പക്ഷെ ഞാൻ എപ്പോഴും ഇതേപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ബീറ്റ്റൂട്ട് പച്ചടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കാൻ പാടില്ല. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം വേണ്ട. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ പച്ചടി ഭയങ്കര ലൂസായിട്ട് മാറും. അപ്പോൾ ഇത്രയും ചേർത്തല്ലോ. ഇനി നമുക്കിതങ്ങ് കുക്ക് ചെയ്യാം. അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 4 വിസിൽ കേട്ടോ. ആ ബീറ്റ്റൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 ഇല കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ കടുക് നമുക്ക് വേണമെങ്കിൽ അവസാനം ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂണോളം ജീരകം. ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഒരല്പം വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറണം. അത് വരെ ഒന്ന് തിളപ്പിക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ബീറ്റ്റൂട്ട് അരച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെള്ളമാവാൻ പാടില്ല. ഇനി ഞാൻ കുറച്ച് തൈര് എടുക്കട്ടെ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നന്നായിരിക്കും. ഇത് അപ്പളേക്കിനും ഇരുന്ന് തിളക്കട്ടെ. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അടി പിടിപ്പിക്കരുതേ. അപ്പം ഞാനിവിടെ ഒരു 9 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിക്കുക. അതേസമയം മോര് പോലെ ലൂസ് ആവാനും പാടില്ല. അപ്പോൾ നല്ലതായിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പുളി അനുസരിച്ച് അത് ശ്രദ്ധിക്കണം. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഇത്ര തൈര് എടുക്കണ്ട. ഇതിപ്പോൾ വലിയ പുളിയില്ലാത്ത തൈരാണ്. ചെറിയ പുളിയുണ്ട്. 9 ടേബിൾ സ്പൂൺ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഓവർ ലൂസായി കഴിഞ്ഞാൽ നമ്മളുടെ ഇലയിൽ നമുക്ക് വിളമ്പാൻ പറ്റില്ല. ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് വേണം, ചിലപ്പോൾ പഞ്ചസാര ആവാം. ഒരു നുള്ളു ഉപ്പ്, ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ളു പഞ്ചസാര. അത് പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ്പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ്. ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 വറ്റൽ ചെറുതാക്കി മുറിച്ചിട്ടത്. അവസാനം കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം. എന്താ കളറ്! അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി, അതും ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. നമുക്കിപ്പോൾ ഇച്ചിരി കൂടെ തണുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ വിളമ്പാൻ വളരെ എളുപ്പമായിരിക്കും.
അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് പഴം വെച്ചിട്ടുള്ള പച്ചടി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ നേന്ത്രപ്പഴമാണ്. ഞാനൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു അളവിൽ കാണിക്കുന്ന ഒരു 10 പേർക്കെങ്കിലും സദ്യക്ക് വിളമ്പാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ 4 പേർക്കുള്ള കറി സദ്യക്ക് ആകുമ്പോൾ ഒരു 10-12 പേർക്ക് 1 ടേബിൾ സ്പൂൺ വീതം കണക്ക് പറയുകയാണെങ്കിൽ വിളമ്പാൻ പറ്റും. അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുക്കുക, അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പഴം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ്, ഇതിന് ഉപ്പ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് അറിയാലോ തന്നെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പഴം നന്നായിട്ട് അങ്ങ് കുക്കാവണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, എന്നാലും ഇത് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാം. പഴം വേവുന്ന സമയം കൊണ്ട്, കുക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ചെറിയ മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ജീരകം. പിന്നെ പച്ചടിക്ക് അറിയാലോ അടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക്, 1/4 ടീസ്പൂണോളം കടുക്. ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചതച്ചിടാം, പക്ഷെ ഞാനിവിടെ അരച്ചാണ് ചേർക്കുന്നത്. ഒരു പച്ചമുളക്, 2 കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ അതിൽ ഗുണ്ട് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്. സാധാരണ പച്ചമുളകാണെങ്കിൽ 1 ചേർക്കണം. അപ്പോൾ ഞാൻ പകുതി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണേ. പഴം നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം വറ്റിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം വേണം. ഇത് നമ്മുടെ പച്ചടിയാണ്, പുളിശ്ശേരി അല്ല. പുളിശ്ശേരിക്ക് കുറച്ചധികം ലൂസായിരിക്കണം, പക്ഷേ പച്ചടി ആകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കണ്ടേ, കുറച്ച് തിക്കായിരിക്കണം. അതുകൊണ്ട് ഈ വെള്ളം അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കണ്ട. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പഴം വേവാൻ കുറച്ച് സമയം പിടിക്കും, കല്ല് പോലുള്ള പഴമാണെങ്കിൽ. പക്ഷേ നല്ല പഴമായതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങ വളരെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഇതിലിരുന്നിട്ട് ഇതിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യും. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തേങ്ങ കുക്ക് ചെയ്യണം. അതിനുശേഷമാണ് ഇതിലേക്ക് തൈര് അടിച്ച് ചേർക്കേണ്ടത് കേട്ടോ. എന്നിട്ട് കാച്ചി ഒഴിക്കാൻ നേരത്തെ പോലെ തന്നെ. അപ്പൊ നമ്മുടെ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഇത് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തൈര് അടിച്ച് ചേർക്കണം. തൈര് നേരത്തെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരുപാട് ലൂസാക്കി അടിക്കരുത്, തിക്കായിട്ട് ഒന്നാമത് ബീറ്റ് ചെയ്താൽ മതി. അതിന് കട്ടൽ ഉടച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് തൈര് ഇട്ട് കൊടുക്കാം. സദ്യക്ക് വിളമ്പുമ്പോൾ നമ്മളെപ്പോഴും കുറച്ചല്ലേ വിളമ്പുള്ളൂ. ഒരു 1/2 കിലോ തൈര് എന്നുള്ള കണക്ക് കേട്ടോ. ഞാൻ 8 ടേബിൾ സ്പൂൺ തൈരിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ ഒരു തൈര് വാങ്ങിക്കണമെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് മിക്സ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. നമ്മൾ മോര് ഒഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, പക്ഷേ പഞ്ചസാര കുറച്ച് കുറവാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ഇടാം. ശർക്കര ഞാൻ ഈ പച്ചരിയിലേക്ക് പ്രിഫർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യാം. അവസാനത്തെ പച്ചടി, അതായത് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിൾ ആണ് കേട്ടോ. ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ കട്ട് ചെയ്ത് നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലത്തെ കൂൺഭാഗമില്ലേ, കൂൺഭാഗം എടുത്ത് കളയണം. അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയൊക്കെ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു കുക്കറിലോട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഉപയോഗിക്കാം. കാശ്മീരി മുളക് പൊടി അല്ല, നല്ല മുളക് പൊടി. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഞാനിവിടെ പൈനാപ്പിളിൽ നോക്കി ടേസ്റ്റ് നോക്കിയപ്പോൾ പുളിയുള്ള പൈനാപ്പിൾ ആണ്. അതുകൊണ്ട് ഞാനൊരു ഇതിൽ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇടുന്നുണ്ട്. പൈനാപ്പിളിൽ ഓൾറെഡി വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇത് കുക്കാവാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ടോ. അതിനുശേഷം അതിന്റെ കംപ്ലീറ്റ് ചൂടാറിയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 7-8 ടേബിൾ സ്പൂൺ വരും. ഓരോന്നിന്റെ അളവ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ ഞാൻ നേരത്തെ എടുത്തതിന്റെ ബാക്കി പകുതി പച്ചമുളക്. അതേസമയം ഞാൻ നോർമൽ പച്ചമുളകാണെങ്കിൽ 1 ഇടണം. ഞാനിപ്പോൾ പകുതി ഇട്ടിട്ടുള്ളൂ. 2 കറിവേപ്പിലയുടെ ഇല,
പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് മാത്രം കടുക് എടുക്കുന്നുള്ളൂ. അവസാനം നമുക്ക് കുറച്ച് കടുക് ചതച്ച് ചേർക്കാം. അതായത് ഒരു നുള്ളു മാത്രം ഇപ്പോൾ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതാ നമ്മുടെ പൈനാപ്പിൾ 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കായി ഒന്ന് നോക്കാം. ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് കടുക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം സദ്യയിൽ അങ്ങനെ അവർ കടുക് ചതച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ പച്ചടിയിൽ അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ 1 ടീസ്പൂൺ കടുക് എടുത്ത് ചതച്ചിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ ഇട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചതച്ചത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. നോക്കിയിട്ട് കൂടുതലായി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ലേ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കടുകിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പുളിയുള്ള തൈര് വേണം ഒഴിക്കാൻ കേട്ടോ. ഇപ്പം ഇച്ചിരി ലൂസായി പോലെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തണുത്ത് കഴിയുമ്പോൾ പാകത്തിന് തിക്നെസ് വന്നോളും. അതേപോലെ മോര് പോലെ ആക്കാൻ പാടില്ല. ഇനി നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തളിച്ച് ചേർക്കാം. ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. നമ്മുടെ ഏരിയയിലൊക്കെ പഞ്ചസാര തന്നെയാണ് ചേർക്കാറുള്ളത്. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഓഫ് ചെയ്തിട്ടുണ്ട്. മധുരം കുറവാണ് എനിക്ക്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ പുളിയുള്ള തൈരായിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. പുളി തീരെ ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കുക. അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം. നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ ഞാൻ തുറന്നിട്ടുണ്ട്. ഓഫ് ഒരു അൺസൈക്കബിൾ മണമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ഈ സംഭവം. ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറഞ്ഞാൽ സദ്യ ആണെങ്കിൽ ഞാൻ പൈനാപ്പിൾ പച്ചടി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അരേ വാ, ഇത് നമ്മൾ സദ്യയിൽ കിട്ടുന്ന അതെന്ന് പറയില്ല, അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റ് കടുക് ചതച്ചിട്ടപ്പോൾ ഒന്നും കൂടെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്ത പച്ചടി ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ പഴം പച്ചടി ഇരുന്ന് ഇങ്ങനെ കണ്ട നല്ല തിക്കായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ആഹാ, അത് വേറൊരു ടേസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇതേപോലെ ചതച്ചിടാം കേട്ടോ. എല്ലാം ഒരേപോലെ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. സ്വർഗ്ഗം കണ്ടു ഞാൻ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയുണ്ട്. എന്തായാലും തയ്യാറാക്കി നോക്കുക. പിന്നെ നമ്മുടെ മറ്റേ പച്ചടിയുടെ ടേസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും 3 പച്ചടിയും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ നമ്മുടെ വിഷു വീണാസ് കറികളിനോടൊപ്പം ആഘോഷിക്കാൻ മറക്കരുത്. വിഷുവിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കുക. എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുക. സദ്യ ഉണ്ടാക്കുക, ഗംഭീരമാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിഷു ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.